മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാമത് കേന്ദ്ര ബജറ്റിനെ വിലയിരുത്തി വ്യവസായ ലോകം. ബജറ്റിൽ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും കേരളത്തിന് ഗുണകരമാകുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി ഭാരവാഹികൾ പറഞ്ഞു. കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് CII കേന്ദ്ര ബജറ്റിനെ വിലയിരുത്തിയത്. വമ്പിച്ച പ്രഖ്യാപനങ്ങൾ കാത്തിരുന്നവർക്ക് നിരാശ നൽകുന്നതായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാമത് മോദി സർക്കാരിന്റെ കേന്ദ്ര ബജറ്റ്. അതിവേഗ റെയിൽവേയും എയിംസും ഇത്തവണ കേരളത്തിന് നൽകിയത് നിരാശയാണ്. ബജറ്റിനെ ചൊല്ലി രാഷ്ട്രീയ വിമർശനവും ഉയരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കേന്ദ്ര ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കേരള ഘടകം. കയറ്റുമതി, കാർഷികം, ടൂറിസം എന്നീ മേഖലകൾക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം കേരളത്തിന് ഗുണം ചെയ്യുമെന്നാണ് CII ഭാരവാഹികൾ പറയുന്നത്. ആരോഗ്യ മേഖലയിൽ നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ആയുർവേദ മേഖലയിൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നും വ്യവസായികൾ പറയുന്നു. 5 മെഡിക്കൽ ഹബ്സ് കേരളത്തിൽ തുടങ്ങുന്നുണ്ട്. അത് വളരെ ആയുഷ് കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഓൺലി തിങ് ഡിസപ്പോയിന്റിങ് നമ്മൾ പറയാനുള്ളത്, നമ്മൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ പ്രതീക്ഷിച്ച് അത് കിട്ടിയില്ല. ഈ കൊല്ലവും നമുക്ക് കിട്ടിയില്ല. നമുക്ക് അടുത്ത കൊല്ലം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. സ്ത്രീകളുടെ മുന്നേറ്റം ലക്ഷ്യം വെച്ചുള്ള നിരവധി പദ്ധതികൾ ഇത്തവണയും കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷീമാർട്ട് എന്ന് സംരംഭകയായ ലേഖ ബാലചന്ദ്രൻ പറഞ്ഞു. ഒരുപാട് സ്ത്രീകൾക്ക് സംരംഭക മേഖലയിൽ ശോഭിക്കാൻ ബജറ്റ് ഉപകാരപ്പെടുമെന്ന് ലേഖ കൂട്ടിച്ചേർത്തു. നമ്മളുടെ പോപ്പുലേഷനിൽ ഓൾമോസ്റ്റ് 50% വുമനാണ്. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരാണ്ട് ഒരിക്കലും നമ്മുടെ GDP കൂടാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാ ബജറ്റിലും കാണുന്നുണ്ട് ഇത്തവണയും വളരെയധികം സപ്പോർട്ട് സിസ്റ്റംസ്, എസ്പെഷ്യലി ഷീമാർട്ട് വളരെയധികം സ്ത്രീകൾക്ക് ഗുണം ചെയ്യുന്നത്. കാരണം അവർക്ക് ഉണ്ടാക്കാൻ അറിയാം പ്രോഡക്ട്സ്, പക്ഷെ അത് സെല്ല് ചെയ്യാനാണ് എപ്പോഴും അവർക്കൊരു പ്രശ്നം കാണുന്നത്. അപ്പോൾ ഈ ഷീമാർട്ട്സ് തീർച്ചയായിട്ടും അതിനൊരു നല്ല സൊല്യൂഷനാണ്. അതിൽ കൂടെ ധാരാളം സ്ത്രീകൾ ഇനിയും ഇത്തവണ ഗവൺമെൻറ് കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ന്യൂ രജിസ്ട്രേഷനിൽ ഓൾമോസ്റ്റ് 1.3 lakhs വിമൻ ഓണ്ടർപ്രണേഴ്സാണ്. അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും വരുമാനവും വർദ്ധിപ്പിക്കാൻ ബജറ്റിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായ ലോകം. കാർഷിക മേഖലയ്ക്ക് നൽകുന്ന ഊന്നൽ, ചന്ദനമരം കൃഷിക്ക് ആഗോളതലത്തിൽ വലിയ സാധ്യതകളാണ് കേരളത്തിന് മുന്നിൽ തുറന്നിടുന്നതെന്നും CII ഭാരവാഹികൾ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.